അല്ല, ഓഡിയൻസിനൂടെ കണ്ടിന്ന് ഇറങ്ങി ഇപ്പം റിലീസാവുന്നതിന് മുന്നേ അല്ല ഇപ്പോൾ പടം റിലീസായിരിക്കാം, അതിന് ശേഷമുള്ളൊരു സന്തോഷം. പേഴ്സണലി എനിക്ക് ആക്ച്വലി ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യണേക്കാളും സന്തോഷമുണ്ട്. ലൈക്ക് ഇമോഷണൽ ആവണോ, ചിരിക്കണോ, കരയണോ ഒന്നും അറിയില്ല. ബിക്കോസ് അത്രയും സന്തോഷത്തിലാണ് ഞാൻ. ഓഡിയൻസിന് ഇഷ്ടാവുന്നത് അവരെ അറിഞ്ഞിട്ടില്ല. ഞാനോ? എനിക്ക് 2 വയസ്സായിട്ടില്ല. ഞാൻ 13 വയസ്സായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും സിനിമ എന്തായാലും ഇഷ്ടപ്പെടും, കണക്ട് ചെയ്യാൻ പറ്റും. അത്ര നല്ലൊരു സിനിമയാണ്. പിന്നെ ഈ ഒരു യൂണിറ്റിയുടെയാണ് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് പറഞ്ഞിട്ടോ, സോറി. കംഫർട്ടബിളായി നല്ല രീതിയിൽ. എന്താണ് അഭിപ്രായങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഷോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈം ഞാൻ മുമ്പ് 1-2 മൂവി ചെയ്തിട്ടുണ്ടായി. അതിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സാണ്. ഇതിലും ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഇത്രയും വലിയൊരു ക്രൂ, ഇത്രയും വലിയ ടീമിൽ ചെറിയൊരു ഭാഗം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ പടം കണ്ടിറങ്ങിയപ്പോഴുള്ള ആളുകളുടെയൊക്കെ ഒരു സന്തോഷം, അവരുടെയൊക്കെ അപ്ലോസൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും കണ്ടോ? മൂവി കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു എല്ലാ കാറ്റഗറി ഓഫ് ഓഡിയൻസിനും പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഇപ്പോൾ എല്ലായിടത്തുനിന്നും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, വലിയൊരു ഡെപ്തുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്യാൻ പറ്റിയത്. അതിലൊരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും പോയി വാച്ച് ചെയ്യണം, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഹാഷിറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഹാഷിറിനെ പറ്റി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഹാഷിറിൻ്റെ ഉമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിക്കുമ്പോഴാണെങ്കിലും കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് ഹാഷിറെ. എങ്ങനെയാണോ നിങ്ങൾ പുള്ളിനെ കാണുന്നത് അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിലും പുള്ളി. ഭയങ്കര എൻജോയബിളാണ്. നമ്മളോടെല്ലാം ഭയങ്കര കംഫർട്ടാണ്. എന്താ പറയുക, നമ്മളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ. നല്ലൊരു ആക്ടർ കൂടിയാണ് ഹാഷിർ. അതിപ്പോൾ പ്രൂവ് ചെയ്തു. ഒരുപാട് സന്തോഷം. നിങ്ങളിപ്പോൾ എന്താ പറയുക, വാഴ ഫസ്റ്റ് ഇപ്പോൾ എല്ലാ ഓഡിയൻസും എടുത്തൊരു ഇതുണ്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ട്, അതുപോലെ തന്നെ വാഴ സെക്കൻഡും അതേ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ ഓഡിയൻസ് എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, സന്തോഷം. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിള്ളേരുടെ ഒരു പടമാണെങ്കിലും ഫാമിലി മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും കാണണം. എല്ലാവരും കണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ ഓഡിഷന് പോയി എനിക്കും കിട്ടിയില്ല. പിന്നെ ഇതിന് വന്നപ്പോഴും പ്രതീക്ഷിച്ചില്ല നമ്മൾ സെലക്ട് ആവുന്നൊക്കെ. ഇവള് വേറെ ദിവസമായിരുന്നു ഓഡിഷന് പോയത്, ഞാനും വേറെ ദിവസമായിരുന്നു. അത് വർക്ക്ഷോപ്പിൻ്റെ എന്നാ കാണുന്നത്. എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന വളരെയധികം പ്രതീക്ഷയുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അതെ. സാധാരണ സിനിമകൾ ഒരു ജെൻസി പടത്തിനപ്പുറത്തായിട്ട് ഒരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, ഒട്ടേറെ മെസ്സേജുകൾ പറയുന്നു. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ഇപ്പം ഈ ഒരു ഏജിലുള്ള എല്ലാവർക്കും അപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്റ്റ് ആവും നല്ല രീതിക്ക്. അതെ, നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക മെസ്സേജസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും കാണുക. ഇപ്പോൾ ആദ്യ പടം കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ ക്രൗഡ്, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു എന്തായിരുന്നു തോന്നിയത്? സന്തോഷം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറയണ്ടേ. വന്ന സന്തോഷം, സങ്കടം, കണ്ണീരൊക്കെ ഇങ്ങനെ അകത്തോട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷം. എന്താണ് പറയുക?